ഗുഡ് മോർണിംഗ് ഓൾ. ഫോർത്ത് മൊഡ്യൂളിൻ്റെ കുറച്ച് ഭാഗം കൂടി നമ്മൾ എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ നോട്ട്സ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ലാസ്റ്റത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻഡെക്സിങ് മെത്തേഡ്സും ഗ്രൂപ്പിംഗ് മെത്തേഡ്സും ആണ് ടൈം ഫ്രീക്വൻസി ഡാറ്റയുടെ. സോ ഫസ്റ്റ് നമുക്ക് എന്താ ടൈം ഫ്രീക്വൻസി എന്ന് നോക്കാം. ടൈം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹൗ ഓഫൺ വി ആർ റെക്കോർഡിംഗ് ദ ഡാറ്റ. നമ്മൾ എന്തായാലും ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ടൈമിൽ റെക്കോർഡ് ചെയ്യണ ഡാറ്റ ആയിരിക്കും. ആ ഡാറ്റ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണത്? ഡെയിലി ആണോ റെക്കോർഡ് ചെയ്യണത്, മന്ത്ലി ആണോ റെക്കോർഡ് ചെയ്യണത്, അതോ ഇയർലി ആണോ അത് റെക്കോർഡ് ചെയ്യണത്, എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യണേ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത് ടൈം ഫ്രീക്വൻസി ഇവാലുവേഷൻ എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ഈ ടൈം ഫ്രീക്വൻസി എന്ന് പറയണത് നമ്മുടെ ഡാറ്റയുടെ വേരിയേഷൻസ് കറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ആയിട്ടുള്ളതാണ്. ക്യാപ്ചർ കറക്റ്റ് വേരിയേഷൻസ് ഇൻ ദ ഡാറ്റ. അതേപോലെ തന്നെ നമുക്ക് സീസണൽ പാറ്റേൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസ് ട്രെൻഡ്സോ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ വിധത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ടൈം ഫ്രീക്വൻസി സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യണ രീതിയിൽ കാണാം. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ മന്ത്ലിയുടെ ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾ ഓരോ ദിവസത്തെ അത് റെക്കോർഡ് ചെയ്ത് പോകണ്ട. അപ്പോൾ ഒരു മന്ത്ലി അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്താൽ മതിയാവുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ ഡെയിലി ബേസിസിലായിരിക്കും വേണ്ട. അപ്പോൾ ഓരോ അവറിലും എന്താ ഉണ്ടായെന്നൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ ഓരോ അവറിലെ ട്രെൻഡ് നോക്കണ സമയത്ത് നമുക്ക് പാറ്റേൺ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏത് ഫ്രീക്വൻസി ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണതാണ് നമ്മൾ ഈ ഒരു ഇതിൽ നോക്കണത്. അപ്പോൾ നമ്മുടെ അനാലിസിസിന്റെ പർപ്പസ് എന്താണോ അത് മാച്ച് ചെയ്തിട്ടുള്ള ടൈം ഫ്രീക്വൻസി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഈ സ്റ്റോക്ക് പ്രൈസിന്റെ വേരിയേഷൻ ഒക്കെ ആണെങ്കിൽ അത് പെർ സെക്കൻഡിലാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അവർലി ബേസിസിൽ എടുക്കും. പിന്നെ അത് നമുക്ക് ഒരു ട്രെൻഡ് മൊത്തത്തിൽ അറിയാൻ വേണ്ടിയിട്ട് അത് ഡെയിലി ബേസിസിൽ എടുക്കും. ഒരു പോപ്പുലേഷൻ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മാസം അല്ലെങ്കിൽ കൊല്ലത്തിന്റെ പോപ്പുലേഷൻ ചേഞ്ച് മാത്രമാണ് റെക്കോർഡ് ചെയ്യേണ്ടി വരുള്ളൂ. അത് സ്ലോ ചേഞ്ച് ആയതുകൊണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും സീസണിന്റെ ട്രെൻഡ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്, മന്ത്ലി സെയിൽസ് എത്രയാണ് എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അങ്ങനെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഏത് ഫ്രീക്വൻസി ആണ് നമ്മൾ കൺസിഡർ ചെയ്യണേ എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കണത്. എങ്ങനെയാണ് ഈ ഒരു ഫ്രീക്വൻസി റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ എന്താ ഒരു ബുദ്ധിമുട്ട്, ഇപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് സെലക്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ടു ലാർജ് ഇന്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ എടുത്തിട്ട് അടുത്ത ഡാറ്റ എടുക്കണ വരെ നമുക്കൊരു ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മളൊന്നും അനലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോസസ് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം. അതായത് എന്തെങ്കിലും ഷോർട്ട് ടേം വേരിയേഷൻ ഉള്ള സാധനങ്ങളൊക്കെ അതിൽ ഹിഡൻ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സഡൻ ചേഞ്ച്, പെട്ടെന്നാണ് അത് മാറിപ്പോയത്. അപ്പം എങ്ങനെയാണ് അത് പെട്ടെന്ന് മാറിപ്പോയി എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആവില്ല. അപ്പൊ അങ്ങനത്തെ കാര്യം അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇന്റർവെല്ല് നമ്മൾ അതിനനുസരിച്ച് കൺസിഡർ ചെയ്യണം. അതേപോലെ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സെക്കൻഡിന്റെ അടുത്ത് പോവാണ്, അങ്ങനെ സ്മോൾ ഇന്റർവെല്ലിലാണ് നമ്മൾ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റാൻഡം ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ടൊരു ഇതല്ലാണ്ട് ഒരെണ്ണം വലുത് ഒരെണ്ണം കുഞ്ഞിത്. ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ നിങ്ങൾ അനാലിസിസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. മന്ത്ലി എടുക്കുമ്പോൾ എങ്ങനെ വ്യത്യാസം വരിക, ഡെയിലി എടുക്കുമ്പോൾ അവർലി എടുക്കുമ്പോൾ എന്താ വ്യത്യാസം വരിക. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് നമുക്ക് നല്ല വേരി ചെയ്യും. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അനാലിസിസ് ഫുള്ള് തെറ്റും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണ ഇന്റർവെൽ എന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഈ ഇൻഡെക്സിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ചെയ്യണതിന് പകരം നമ്മുടെ ഈ ഒരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളെ ഇൻഡെക്സ് ചെയ്യണതിനാണ് ഇൻഡെക്സിങ് മെത്തേഡ് ഫോർ ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ഇന്റർവെൽ ബേസിൽ നമുക്ക് ഇത് പറയുമ്പോൾ നമുക്ക് കുറെ നോയ്സ് വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഇൻഡെക്സിങ് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് വാല്യൂ ഇൻ ടു ആൻ റിലേറ്റീവ് മെഷർ യൂസിങ് എ ബേസ് പീരീഡ്. ഒരു ബേസ് പീരീഡ് വെച്ചിട്ട് അതിന്റെ റിലേറ്റീവ് മെഷർ ആയിട്ട് നമ്മൾ ഇൻഡെക്സ് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത് ഇൻഡെക്സിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റേനെ സിമ്പിൾ ആക്കും, സ്റ്റാൻഡർഡൈസ് ആക്കും, ബാക്കിയുള്ളവരായിട്ട് കമ്പയറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലായിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഇൻഡെക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത് ഡേറ്റ് ടൈം ഇൻഡെക്സിങ്, പീരീഡ് ഇൻഡെക്സിങ്, ടൈം ഡെൽറ്റ ഇൻഡെക്സിങ്, ഇൻഡിജർ ഓർ റേഞ്ച് ഇൻഡെക്സിങ് അല്ലെങ്കിൽ പൊസിഷണൽ ഇൻഡെക്സിങ്, മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിയൽ ഇൻഡെക്സിങ് ആണ്.
അപ്പോൾ അതിൽ ഡേറ്റ് ടൈം ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ഒരു റീറ്റെയിൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ദിവസം അതിലുണ്ടാവണ സെയിൽ നമ്മൾ ആ ദിവസത്തിൻ്റെ അതായത് ഡേറ്റ് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് സെയിൽ, സെക്കൻഡ് സെയിൽ, തേർഡ് സെയിൽ എന്ന് പറയണതിന് പകരം ആ ദിവസത്തിൻ്റെ ഒരു പീരീഡ് വെച്ചിട്ട് നമ്മൾ ആ ഡേറ്റ് വെച്ചിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ മാനേജർക്ക് ഒരു സ്പെസിഫിക് ഡേയിലെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമുണ്ടായിരിക്കും. അതേ ആ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വീക്കിലി മന്ത്ലി ഉള്ള ട്രെൻഡ്, വീക്കെൻഡ് സെയിലിൻ്റെ ഇൻക്രീസ്, ഇതൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡേറ്റ് വെച്ചിട്ട് നമ്മുടെ സാധനത്തിന് ഇൻഡെക്സ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഡേറ്റും കറസ്പോണ്ടിങ് ടൈമും വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്യാം. അപ്പോൾ ഈ ദിവസത്തിലെ ഇന്ന സമയത്ത്, ഈ ദിവസത്തിലെ ഇന്ന സമയത്ത് ഇതാണ് എന്നുള്ളത്. അപ്പോൾ ആ ഇൻഡെക്സിങ് നമുക്ക് 1, 2, 3 എന്ന് പകരം ഡേറ്റ് ആൻഡ് ടൈം ഇൻഡെക്സിങ് കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ ഡാറ്റ ഈസിയർ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും, ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ടൈം ബേസ്ഡ് ഇൻഫർമേഷൻ ഒക്കെ ഈ ഒരു ഇൻഡെക്സിങ് മെത്തേഡാണ് ഭയങ്കര നല്ലത്. അടുത്തൊരു ഇൻഡെക്സിങ് എന്ന് പറയുന്നതാണ് പീരീഡ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു പെർട്ടിക്കുലർ ടൈം എന്ന് പറയണതിന് പകരം നമ്മൾ എന്ത് ചെയ്യണത്, ഒരു മന്തിലെ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു കണക്ക്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് മന്തിൽ അല്ലെങ്കിൽ 2 മന്ത്സിൻ്റെ ഒക്കെ കൂടുമ്പോഴല്ലേ വരും. അപ്പോൾ അങ്ങനെ 2 മന്തിൽ എടുത്ത യൂസേജ്, അങ്ങനെ ആ ഒരു കണക്ക് മാത്രം വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് ചെയ്ത് പോവാം. അതായത് അഗ്രിഗേറ്റ് വാല്യൂസ് ഓവർ ദ ഫിക്സഡ് ഇൻ്റർവെൽ, ഒരു ഫിക്സഡ് ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള മൊത്തത്തിൻ്റെ ഒരു അഗ്രിഗേറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡെക്സ് ചെയ്യുക. അപ്പോൾ അതായത് എക്സാക്ട് ഡേറ്റും ടൈമും ഒന്നും കെയർ ചെയ്യണില്ല. അപ്പോൾ ഏത് ദിവസമാണ് കറണ്ട് കൂടി, ഏത് ദിവസമാണ് കറണ്ട് കുറഞ്ഞതെന്നൊന്നും നമ്മൾ ആ കറണ്ട് ബില്ലിൻ്റെ മൊത്തം ഈ ഒരു മാസത്തിൽ നമ്മൾ എത്ര കറണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പീരീഡ് ഇൻഡെക്സിങ്. എക്സാക്ട് ഡേറ്റും ടൈമും നമുക്ക് ആവശ്യമില്ലാത്തടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു പീരീഡിൻ്റെ ഉള്ളിൽ ഉണ്ടായ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പീരീഡ് ഇൻഡെക്സിങ് എന്നുള്ളത് യൂസ് ചെയ്യണത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് എന്ത്, ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് മറ്റേ ടൈം ഡേറ്റ് ഇൻഡെക്സിങ്ങിൽ കറക്റ്റ് ടൈം ഇത്ര ഡേറ്റിൽ ഇത്ര സമയത്ത് എന്താണ് വന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു പീരീഡ് ഓഫ് ടൈം, മറ്റേ പീരീഡ് എന്ന് പറയുന്നത് 1-ാം മാസം മുതൽ 31-ാം തീയതി വരെ ആ ഒരു പീരീഡിൽ എത്രയുണ്ടെന്ന്. ഇനി ഇത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുക വിചാരിക്കും. അപ്പോൾ അയാളുടെ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്രയാണ്, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്രയാണ്, 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എത്രയാണ്, അങ്ങനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ബേസിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇത് എപ്പോൾ നടന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര സമയമായി എന്നുള്ളതിനെ ഇൻഡെക്സ് ചെയ്ത് പോണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ റദർ ദാൻ എക്സാക്ട് ഡേറ്റ് ഓഫ്, അതായത് എത്ര സമയം എന്നുള്ള ഡ്യൂറേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. കറക്റ്റ് എത്ര ടൈം അല്ലെങ്കിൽ ഏത് ടൈമാണ് ഏത് ഡേറ്റിലാണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യണില്ല. അപ്പോൾ ടു ഹെൽപ്പ് ടു അനലൈസ് ദ റിക്കവറി ട്രെൻഡ്, അപ്പോൾ അതായത് നമ്മുടെ ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ റിക്കവറി റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ടെമ്പറേച്ചർ എപ്പോഴാണ് കൂടണത്, എത്ര സമയം എടുക്കും അത് നോർമൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡിജർ അല്ലെങ്കിൽ റേഞ്ച് ഇൻഡെക്സിങ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് 1, 2, 3 എന്നുള്ള ഒരു ഏത് പൊസിഷനിലാണ് നമ്മൾ ഈ സാധനം എടുത്തത്, അതായത് ഏത് ടൈമിൽ ഏത് ദിവസം എങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ അത് ഒരു ഓർഡറിലാണ്, ആദ്യം 1 എടുത്ത് 2 എടുത്ത് 3-ാമത്തെ എടുത്ത് 4-ാമത്തെ എടുത്ത്. അപ്പോൾ ഇത് 5-ാമത്തെയും 6-ാമത്തെയും പൊസിഷനിലുള്ള ഡാറ്റ, അങ്ങനെ മാത്രമേ നമ്മൾ പറയുന്നത്. ഇത് ഏത് ദിവസം എടുത്തു, എങ്ങനെ ദിവസം എടുത്തു എന്നുള്ളത് നമ്മൾ നോക്കണില്ല. ജസ്റ്റ് ഈ ഡാറ്റ എടുത്തതിൻ്റെ 5-ാമത്തെ ഡാറ്റ, 6-ാമത്തെ ഡാറ്റ, അങ്ങനത്തെ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ഇൻഡിജർ ഇൻഡെക്സിങ് വെച്ചിട്ട് യൂസ് ചെയ്യണത്. അതായത് മീനിങ് ഫുൾ കാറ്റഗറി ആക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ ഓൺ ദ ഡാറ്റ, ആ ഒരു ഡാറ്റ സെറ്റിലെ പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്, അല്ലാണ്ട് അത് എടുത്ത സമയമല്ല നമ്മൾ വെരിഫൈ ചെയ്യണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെതർ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇങ്ങനെ ഓരോ ദിവസത്തെ ടെമ്പറേച്ചർ നമുക്ക് എന്തുണ്ട്
മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം സ്റ്റാമ്പ് ഒന്നും അവർ നോക്കണില്ല, ജസ്റ്റ് കുറേ ടൈം സ്റ്റാമ്പൊക്കെ മിസ്സിങ് ആണ്. പക്ഷെ നമുക്ക് ഡാറ്റയുടെ ഏത് പൊസിഷനിലാണ് ആ റീഡിങ് റെക്കോർഡ് ചെയ്തേക്കണേ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ്ങിലി ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് ഇങ്ങനെ പൊസിഷൻ ആക്സസ് ചെയ്തിട്ട് ടൈമും നമുക്ക് വേണ്ട, അതിൻ്റെ പൊസിഷൻ മാത്രം മതി എന്നറിയാൻ വേണ്ടിയിട്ടുള്ളിടത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഈ ഒരു ഇൻഡിജർ ഇൻഡെക്സിങ് യൂസ് ചെയ്യണത്. അടുത്തെന്ന് പറയുന്നതാണ് മൾട്ടി ലെവൽ അല്ലെങ്കിൽ ഹൈറാർക്കിയൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് ഇൻഡെക്സിങ്ങിന് അല്ലാണ്ട് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അത് രണ്ടും കൂടിയിട്ട് ഇൻഡെക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്, മൾട്ടി ലെവൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിൻ്റെ അത് എടുത്ത ടൈമും അതേപോലെ അത് ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്നുള്ളത് ഒരുമിച്ച് അത് രണ്ടും കൂടി ഇൻഡെക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു വെഹിക്കിൾ കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിൾ കൗണ്ട് എടുത്തതിൻ്റെ ലൊക്കേഷനും ടൈമും നമ്മൾ ഒരുമിച്ച് എടുക്കുക, അത് രണ്ടും കൂടി ഇൻഡെക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കൊരു ട്രാഫിക് സിഗ്നൽ ലൈറ്റ് വെക്കാനാണ്, അപ്പോൾ ഏത് സിഗ്നൽ ലൈറ്റിൻ്റെ കറസ്പോണ്ടിങ് ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു ലൊക്കേഷനും ഒരു ടൈമും ആ രണ്ടും കൂടി ഒരുമിച്ച് എടുത്തിട്ട് അത് കൂടെ എത്ര വെഹിക്കിൾ പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷനും ടൈമും കൂടി ഇൻഡെക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു സെയിം ഡേയിൽ ആ ലൊക്കേഷനിൽ എത്ര ആൾക്കാർ പോയി, അങ്ങനെ ഒരു സെയിം ഡേയിൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ എത്ര ആൾക്കാർ പോയി, ആ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ്റെ ട്രെൻഡ് അറിയാൻ പറ്റും, മൊത്തത്തിൽ ടുഗെദർ ആയിട്ടുള്ള ട്രെൻഡൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ്. അപ്പോൾ മെയിനായിട്ട് എത്ര ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് പഠിച്ചു, ഫസ്റ്റത്തെ ഡേറ്റ് ടൈം ഇൻഡെക്സിങ് പറഞ്ഞു, പിന്നെ പീരിയോഡിക് ഇൻഡെക്സിങ് പറഞ്ഞു, പിന്നെ ടൈം ഡെൽറ്റ ഇൻഡെക്സിങ് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊസിഷണൽ ഇൻഡെക്സിങ്, മൾട്ടി ലെവൽ ഇൻഡെക്സിങ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ടൈം സീരീസ് പ്ലോട്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു ടൈം റെപ്രസെന്റ് ചെയ്യണത് നമ്മൾ ടൈം സീരീസ് പ്ലോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യണത് എന്ന്. അപ്പോൾ അതിൽ എക്സ് ആക്സിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടൈം വയ്ക്കുക, വൈ ആക്സിസിലായിരിക്കും ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ വെക്കുക. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ട്രെൻഡ് എന്താണ്, സീസണാലിറ്റി എന്താണ്, എന്തൊക്കെ ഫ്ലക്ച്വേഷൻസ് ആണ് വരണേന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം സീരീസ് പ്ലോട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ടൈം സീരീസ് പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡാറ്റ സെറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. മന്ത്ലി ആണോ, ഇയർലി ആണോ, ഹവർലി ആണോ, വീക്ക്ലി ആണോ, എന്നാണ് വേണ്ടതെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡെക്സിങ്, ഏത് ടൈപ്പ് ഓഫ് ഇൻഡെക്സിങ് ആണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിക്കണം. ആ ഇൻഡെക്സിങ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, ടൈം വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, എക്സ് ആക്സിസിൽ കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യണത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഇപ്പോൾ റീറ്റെയിൽ കമ്പനി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള അതിൻ്റെ ഓരോ സെയിൽസ് കൗണ്ട് ആണ് ഇത്. ഇതിൻ്റെ ഒരു ടൈം സീരീസ് പ്ലോട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത് ഏതാണ്, നമുക്ക് ഇത് മന്ത്ലി ഇൻഡെക്സിങ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് മന്ത്ലി ആണ് നമ്മൾ എന്ത് വരുന്നത്, എക്സ് ആക്സിസ് വരുന്നത്, വൈ ആക്സിസിൽ ഓരോ മന്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ട് പോകാം. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ, പിന്നെ അത് ഇങ്ങനെ മാപ്പ് ചെയ്ത് പോകും. അങ്ങനെയാണ് നമ്മൾ ടൈം സീരീസ് പ്ലോട്ട് വരയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്ക്രൈബ് ഓവറോൾ ട്രെൻഡ് ഒബ്സർവ്. അപ്പോൾ ഇത് ആ ടൈം സീരീസ് പ്ലോട്ടിൽ നിന്ന് എന്തൊരു ട്രെൻഡാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടോ, ഏതെങ്കിലും പെർട്ടിക്കുലർ സീസണിൽ എത്തുമ്പോൾ അത് പീക്കായി പിന്നെ അത് കുറയുണ്ടോ, അങ്ങനത്തെ ട്രെൻഡ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ സീസണൽ പാറ്റേൺസ് എന്താണ്, ഫ്ലക്ച്വേഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ജനുവരി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വാല്യൂ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടൈം സീരീസ് വായിക്കുക, ജനുവരിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്താ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈം സീരീസ് പ്ലോട്ട് വരയ്ക്കുക. പിന്നെ നമ്മുടെ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ആ ടൈം സീരീസ് പ്ലോട്ട് വഴി എന്താണ്, അത് ഇൻക്രീസിങ് ആണ് ചെയ്യണത്. അതായത് ജനുവരിയിൽ 120 ആണോ, അത് ഡിസംബർ എത്തപ്പോഴേക്കും 250 ആയി. അപ്പോൾ അതെന്താണ്, സ്റ്റഡി ഗ്രോത്ത് ആണ്, ബിസിനസ്സിൽ ഇംപ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അതേപോലെ സീസണൽ പാറ്റേൺസ് അതൊക്കെ കുറച്ചും കൂടി നിങ്ങളങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ സീസണൽ പാറ്റേൺ എന്ന് പറയുന്നത് ചില ജൂലൈയിൽ ഒരു ഡിപ്പ് ഉണ്ടായി, അത് പിന്നെ ആ സമയത്ത് സ്കൂൾ തുറക്കണൊക്കെ കാരണം കൊണ്ടായിരിക്കും അത് ഡിപ്പ് ഉണ്ടായത്, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. ഇത് സീസണൽ ഡിമാൻഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോഴേക്കും എന്ത് ചെയ്തു, ആ സാധനം വീണ്ടും ഫസ്റ്റ് വീനും ഹോളിഡേ ഒക്കെ വരുമ്പോഴേക്കും അത് കൂടുതലായി. നെക്സ്റ്റ് ജനുവരിയിൽ ഓൾറെഡി ഇത് പോസിറ്റീവ് ട്രെൻഡ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ, അടുത്ത ജനുവരി ആകുമ്പോഴേക്കും സ്റ്റഡി പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ തന്നെയാണ് ചാൻസ് ഉണ്ടാവുക.
ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ചെറുതായിട്ട് ഇതൊക്കെ ഒരു 9 മാർക്കിന് നിങ്ങൾ അതേപോലെ 3 മാർക്കിന് അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് അങ്ങോട്ട് ആൻസർ ചെയ്യാം. അടുത്തതെന്ന് പറയുന്നതാണ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ്. ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഡാറ്റനെ അഗ്രിഗേറ്റ് ചെയ്ത് വെക്കണത് എന്നുള്ളതാണ് ഗ്രൂപ്പിംഗ് ടെക്നിക്കിൽ നമ്മൾ മെയിനായിട്ട് പറയണത്. ഏത് ഇൻ്റർവെല്ലിൻ്റെ ബേസിലാണ് ഈ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കണത്, ഡെയിലി ആണോ, മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഇയർലി ആണോ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രൂപ്പിംഗ് ടെക്നിക്ക് നമുക്ക് മെയിനായിട്ട് വരുന്നത് റീസാമ്പിളിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ഗ്രൂപ്പിംഗ്, പിന്നെ ഗ്രൂപ്പിംഗ് വിത്ത് ടൈം കമ്പോണൻറ്റ്, റോളിംഗ് അല്ലെങ്കിൽ മൂവിംഗ് വിൻഡോ ഗ്രൂപ്പിംഗ്, എക്സ്പാൻഡിംഗ് വിൻഡോ ഗ്രൂപ്പിംഗ്, പിവറ്റ് ടേബിൾ ഗ്രൂപ്പിംഗ്, ടൈം ഇന്റർവെൽ ബിന്നിങ്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിൽ റീസാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഹവർലി ഡാറ്റ ഉണ്ടായിരിക്കും. ഓരോ ടൈം സീരീസ്, ഓരോ കുഞ്ഞ് ഫിക്സഡ് ടൈം ഇന്റർവെല്ലിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ഡാറ്റേനെ വല്ല മന്ത്ലിയോ അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഇയർലി ഒബ്സർവേഷൻ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീസാമ്പിളിംഗ് അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡാറ്റ സെറ്റ് ഉണ്ട്. ആ ഒരു ഡാറ്റ സെറ്റിൽ എന്തൊക്കെയുണ്ട്, വെതർ അതായത് ഒരു ദിവസത്തിന്റെ ടെമ്പറേച്ചർ ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, സൺഷൈൻ അവർ ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, അങ്ങനെ വെതർ ഇൻഫർമേഷൻ ഉണ്ട്. ആ വെതർ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എന്തുണ്ട്, ആ വെതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർലി കളക്റ്റഡ് ആയിട്ടുള്ള വെതർ ഇൻഫർമേഷൻ ആണ്. ഓരോ അവറിലുള്ള വെതർ ഇൻഫർമേഷൻ ആണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പക്ഷേ ഈ ഒരു ഡിസീസിന്റെ സിവിയാരിറ്റി നമ്മൾ മെഷർ ചെയ്തേക്കുന്നത് ആഴ്ചയിലാണ്. ഒരാഴ്ചക്ക് എന്തോരം സിവിയാരിറ്റി കൂടി, എന്തോരം സിവിയാരിറ്റി കുറഞ്ഞു എന്നുള്ളത് മെഷർ ചെയ്തേക്കുന്നത് വീക്കിലി ഒബ്സർവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ അവർലി ഉള്ള സാധനത്തിന് വീക്കിലി ആയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അവർലി ഉള്ള സാധനത്തിന് ഡെയിലി ആക്കണം, ഡെയിലി ഉള്ള സാധനത്തിന് ഒരു വീക്കിന്റെ ഒബ്സർവേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് അത് ഈ ഒരു വീക്കിലി സിവിയാരിറ്റി എന്താണോ ആ സിവിയാരിറ്റിക്ക് അതിനെ മാപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണതിനാണ്, അതായത് അവർലിനെ നമ്മൾ വീക്കിലേക്ക് കൺവേർട്ട് ചെയ്യണതിനാണ് എന്താണ് റീസാമ്പിളിംഗ് അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയണത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ ഉണ്ടല്ലോ, അവർലി ബേസിന് നമ്മൾ ആദ്യം വീക്കിലേക്ക് മാറ്റും, ആ വീക്കിലിയിൽ എന്നിട്ട് സിവിയാരിറ്റി ആയിട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൾട്ടിപ്പിൾ ഡാറ്റ സെറ്റ് ആവശ്യം വരുന്നില്ല, എക്സസീവ് ആയിട്ടുള്ള നോയ്സസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള ക്ലിയറർ ട്രെൻഡ് കിട്ടും. അതേപോലെ മെഷീൻ ലേണിംഗ് മോഡൽസിനൊക്കെ എളുപ്പത്തിൽ അത് അനലൈസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് ബൈ വിത്ത് ടൈം കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന സാധനം നമ്മുടെ ഇയർ, മന്ത്, അവർ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. അതായത് സെവറൽ ഇയേഴ്സിന്റെ ഡാറ്റ ഉണ്ട്. അപ്പോൾ അതായത് ഒരു റൈസ് ഫീൽഡ് നേരത്തെ സാധനം തന്നെ സിവിയാരിറ്റി നമ്മൾ കുറേ കൊല്ലങ്ങളുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഏത് മന്തിലാണ് ഇപ്പോൾ ഇതിന് ഹയസ്റ്റ് വന്നത്, അല്ലെങ്കിൽ ഏത് സീസൺ ആണ് ഇതിന്റെ സ്പ്രെഡിനെ ഫേവർ ചെയ്യണത്, അല്ലെങ്കിൽ ഏത് അവർ ഓഫ് ഡേ ആണ് ഹ്യൂമിഡിറ്റി ഹയസ്റ്റ് ആയത്, അല്ലെങ്കിൽ ഏത് കൊല്ലാണ് സിവിയാരിറ്റി ഏറ്റവും കൂടുതൽ വന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിന്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും ഒരു അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണ്, ഇൻഡിവിജ്വൽ ടൈം സ്റ്റാമ്പ് ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു പീരീഡിന്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? അല്ല ജനുവരി, അതായത് ഇപ്പോൾ ഓൾ ഒബ്സർവേഷൻ ഫ്രം ജനുവരി ടുഗദർ, എന്നിട്ട് അതായത് ഇപ്പോൾ ജനുവരിത്തെ എല്ലാ ഒബ്സർവേഷനും മാത്രം നമ്മൾ അതൊന്ന് എടുക്കും. എന്നിട്ട് ആ ഒബ്സർവേഷനിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ റിട്ടേൺ ചെയ്തു. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ബേസിൽ മാത്രം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ജനുവരിന്റെ ബേസിൽ മാത്രം ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇയറിന്റെ ബേസിൽ മാത്രം ഗ്രൂപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവറിന്റെ ബേസിൽ മാത്രം, അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പോണന്റിന്റെ ബേസിൽ മാത്രം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ബൈ കമ്പോണന്റ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നതാണ് റോളിംഗ് അല്ലെങ്കിൽ മൂവിങ്ങിന്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ ഡേയുടെ ഒരു സാധനം എടുക്കുന്നതിന് പകരം 2-3 ഒരുമിച്ചുള്ളതിന്റെ ഒരു അഗ്രിഗേറ്റ് എടുക്കാം. അങ്ങനെ നമ്മൾ റിസൾട്ട് എടുത്ത് പോണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോളിംഗ് വിൻഡോ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈസ് കാൽക്കുലേഷൻ ഓവർ എ സ്ലൈഡിംഗ് വിൻഡോ ഓഫ് കോൺസിക്യൂട്ടീവ്, ഒരു സ്ലൈഡിംഗ് വിൻഡോ കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ ഒരു സ്ലൈഡിംഗ് വിൻഡോയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. അതായത് ഈ വിൻഡോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ 3 പിന്നെ അടുത്ത 3 അടുത്ത 3 അടുത്ത 3 അങ്ങനെ 3 ആണെന്നുണ്ടെങ്കിൽ 3. അപ്പൊ എത്ര വേണമെങ്കിലും ആ വിൻഡോന്റെ സൈസ് നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വിൻഡോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൂവ് ചെയ്യുന്നിടത്ത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അതിന്റെ ആവറേജ് എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ സം എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്നുള്ളത് നോക്കി. അപ്പൊ ആ ഒരു പാരാമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യണത്,
റെക്കോർഡ് ചെയ്യണത്. അങ്ങനെ വരണേനെയാണ് നമ്മൾ എന്ത് പറയണത്, റോളിംഗ് അല്ലെങ്കിൽ മൂവിംഗ് വിൻഡോ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോയ്സ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രെൻഡിനൊക്കെ കറക്റ്റ് സ്മൂത്തിങ് വേണ്ടി ഒരു റീപ്രോസസിങ് ഓഫ് ദ ഫോർകാസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ എവിടെ ആവശ്യം വരുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മുടെ സിവിയാരിറ്റി വെതർ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് സിവിയാരിറ്റി നോക്കണ ഒരു ഡാറ്റ സെറ്റാണ് ഉള്ളത്. പക്ഷേ ആ സിവിയാരിറ്റി നോക്കുമ്പോൾ എന്താവും, ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ സെൻസസിന് ഇതൊക്കെ എന്തെങ്കിലും എറർ വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ കയറിപ്പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ആൾ നോക്കണ ആൾക്ക് എന്തെങ്കിലും ഒരു എറർ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് നമുക്ക് ഹൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ അനാലിസിസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം അങ്ങനത്തെ നമുക്ക് ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊരു ട്രെൻഡ് നമ്മൾ അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസത്തിന്റെ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ദിവസത്തിൻ്റെയും അതിൻ്റെ അടുത്ത ദിവസത്തിൻ്റെയും ഡാറ്റയും കൂടി കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇന്നത്തെ ഡാറ്റ എന്ന് പറയുന്നത് ഇന്നലത്തേൻ്റെയും നാളത്തേൻ്റെയും ഇന്നത്തേൻ്റെയും കൂടിയിട്ടുള്ള ഒരു ആവറേജ് ആയിരിക്കും. ഇനി നാളത്തെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും കൂടി അതിൻ്റെ ആവറേജ് ആയിരിക്കും. ഈ വിൻഡോ ഇങ്ങനെ 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 നീങ്ങി 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 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ഹൈ ഒന്നും കിട്ടില്ല. ആ ഒരു മൊത്തത്തിലുള്ള ട്രെൻഡ് ഹൈ ആണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഹൈ എന്നുള്ള നിലയ്ക്ക് കാണിക്കുക. ഒരു കുത്തനെയുള്ള ഒരു ഹീപ്പൊന്നായിട്ട് കിട്ടില്ല. ഈ ട്രെൻഡിനെ സ്മൂത്തൻ ചെയ്യാൻ കറക്റ്റായിട്ടുള്ള ട്രെൻഡ്, ഡിസീസ് പ്രോഗ്രഷൻ ട്രെൻഡ് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, റോളിംഗ് വിൻഡോ മെത്തേഡ് യൂസ് ചെയ്യണത്. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് എക്സ്പാൻഡിങ് വിൻഡോ. എക്സ്പാൻഡിങ് വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റേതിൽ നമ്മൾ മൂന്ന് പാരാമീറ്റർ, മൂന്നെണ്ണം, ഇന്നത്തെ, നാളത്തെ, മറ്റന്നാളത്തെ, പിന്നെ നാളത്തെ, മറ്റന്നാളത്തെ, അതിൻ്റെ പിറ്റേ ദിവസത്തെ. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വിൻഡ് എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ തുടക്കം മുതലുള്ളത് ഓരോ ദിവസം കഴിയുന്നതോറും അതിന്റെ പിന്നാലെ 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 ആഡ് ചെയ്തു. ആദ്യത്തെ ദിവസത്തിന്റെ സിവിയാരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തിന്റെ സിവിയാരിറ്റി എന്താണെന്നുള്ളത് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അടുത്ത ദിവസം ആദ്യത്തേന്റെയും രണ്ടാമത്തേന്റെയും മൂന്നാമത്തേന്റെയും സിവിയാരിറ്റിയുടെ ഒരു ആവറേജ്. അങ്ങനെ ഫസ്റ്റ് മുതലുള്ള സിവിയാരിറ്റി, ക്യുമുലേറ്റീവ് ആയിട്ടുള്ള സിവിയാരിറ്റി ലെവലാണ് നമ്മുടെ എക്സ്പാൻഡിങ് വിൻഡോയിൽ കിട്ടുന്നത്. അപ്പോൾ ആ വിൻഡോ സൈസ് ഇൻക്രീസസ്, ദ യൂസ് ഓഫ് ഓൾ പ്രീവിയസ് ഒബ്സർവേഷൻ ഓൾസോ ഇൻക്രീസസ്. അതായത് എല്ലാ പ്രീവിയസ് ഒബ്സർവേഷനും നമ്മുടെ എന്ത് ചെയ്യാണ്, ഇൻക്രീസ്. അപ്പോൾ ഇതിൽ മറ്റേ വിൻഡോ സൈസ് ഫിക്സഡ് ആയിരുന്നു, ഇതിൽ വിൻഡോ സൈസ് ഫിക്സഡ് ആവില്ല. ഓരോ ഒബ്സർവേഷൻ വരും തോറും എന്ത് ചെയ്യാണ്, അതിന്റെ വിൻഡോ സൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യുമുലേറ്റീവ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട്, ലോങ് ടേം ട്രെൻഡ് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിസീസിന്റെ പ്രോഗ്രസീവ് ലേണിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു എക്സ്പാൻഡിങ് വിൻഡോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെയാണ് ഓവറോൾ ഡിസീസ് ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഡിവിജ്വൽ വാല്യൂവിനല്ല നമ്മൾ നോക്കുക, തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ ഒബ്സർവേഷനും എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്യുമുലേറ്റീവ് ബിഹേവിയർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആവറേജ് ഡിസീസ് സിവിയാരിറ്റി ഫൈൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നുമില്ല, തുടക്കം മുതലുള്ള എല്ലാ ഡാറ്റയും ഇങ്ങനെ ആഡ് ചെയ്ത് ഓരോ ദിവസത്തിൻ്റെ കൂടെ അതിൻ്റെ മുന്നത്തെ ദിവസത്തിൻ്റെ, അതായത് തുടക്കം മുതൽ ആ ദിവസം വരെയുള്ള എല്ലാ ഡാറ്റാസും കമ്പയർ ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരിക. അടുത്തെന്ന് പറയുന്നത് പിവറ്റ് ടേബിൾ ഗ്രൂപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ടാബുലർ ഫോർമാറ്റിൽ തന്നെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈസി കമ്പാരിസൺ, എന്തെങ്കിലും ഒരു കാറ്റഗറി വെച്ചിട്ട് ഈസി കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പിവറ്റ് ടേബിൾ ഗ്രൂപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹീറ്റ് മാപ്പും സമ്മറീസിലൊക്കെയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയറിൻ്റെ ഒരു പെർട്ടിക്കുലർ വെറൈറ്റിയുടെ ഈ ഒരു ഡിസീസ് സിവിയാരിറ്റിയും അതിൻ്റെ എൻവയോൺമെന്റൽ ഫാക്ടറും ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ കൊല്ലങ്ങളോളം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഡാറ്റാ സെറ്റിൽ പല വെറൈറ്റി ഉണ്ട്, പല കൊല്ലമുണ്ട്, പല സിവിയാരിറ്റി ലെവൽ, ഓരോ കൊല്ലത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിവിയാരിറ്റി ലെവൽ ഉണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങോട്ട് കിടക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ ഒരു നമ്മുടെ ഇനീഷ്യൽ ഡാറ്റാ സെറ്റ് എന്ന് പറയുന്നത് കുറേ ഇയർ ഉണ്ട്, കറസ്പോണ്ടിങ് മന്ത് ഉണ്ട്, ഏത് വെറൈറ്റി ആണ് എന്നുള്ളത് തന്നെ കറസ്പോണ്ടിങ് സിവിയാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വെറൈറ്റി അതിൻ്റെ ബേസിൽ മാത്രം അതിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് മന്ത് കിട്ടും, അതേപോലെ ഓരോ ഇയറിൽ വരണ കറസ്പോണ്ടിങ് സിവിയാരിറ്റി ലെവൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. അതാണ് നമ്മുടെ പിവറ്റ് ടേബിൾ ബേസ്ഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാറ്റഗറിക്കൽ ബേസ്ഡ് എന്താണ് ഗ്രൂപ്പിംഗ് ആണ് ഈ ഒരു പിവറ്റ് ടേബിൾ ബേസ്ഡ് ഗ്രൂപ്പിംഗിൽ നമ്മൾ ചെയ്യണത്.
അടുത്ത മെത്തേഡാണ് ടൈം ഇന്റർവൽ ബൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ബേസിൽ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഈ ഒരു ടൈം ഇന്റർവൽ ബിന്നിങ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് ടൈം റേഞ്ചിന്റെ ഉള്ളിലത്തെ എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണത് ഏത് പാർട്ട് ഓഫ് ഡേയിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും റിസ്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലാണ് വിചാരിക്കും, ട്രാഫിക് സിഗ്നലിൽ ഏത് പെർട്ടിക്കുലർ പീക്ക് അവറിലാണ് കൂടുതൽ വണ്ടികൾ പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആക്സിഡൻസ് കൂടുതൽ ഉണ്ടാവുന്നത്, അപ്പോൾ ഏത് പെർട്ടിക്കുലർ ടൈം ആണ്, ഏത് രാവിലെയാണോ വൈകുന്നേരമാണോ, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ബേസ് ഗ്രൂപ്പിങ്ങിന് ചെയ്യുന്നത്. രാവിലത്തെ ആണോ വൈകുന്നേരത്തെ ആണോ അങ്ങനത്തെ, അപ്പോൾ രാത്രിത്തെ കാര്യങ്ങൾ മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പ്, രാവിലത്തെ കാര്യങ്ങളൊക്കെ വേറെ ഗ്രൂപ്പ്, അങ്ങനെ ചെയ്യണതിനെയാണ് നമ്മൾ ടൈം ഇന്റർവൽ ബിന്നിങ് എന്ന് പറയുന്നത്. ചെയ്യണത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഏത് പാർട്ട് ഓഫ് ഇപ്പോൾ ഒരു ഡിസീസിന്റെ ആ ഒരു വെതറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഏത് പാർട്ട് ഓഫ് ഡേയിലാണ് കൂടുതൽ സ്പ്രെഡ് നടക്കുന്നത്, മോർണിംഗ് ആണോ ആഫ്റ്റർനൂൺ ആണോ ഈവനിങ് ആണോ എന്നൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് 1 AM 2 AM 3 AM പുലർച്ചയ്ക്കൊക്കെ നടക്കുന്നത് മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നൈറ്റ് എന്നുള്ള ഒരു ഇതിൽ ഗ്രൂപ്പിൽ ഇടാണ്. എന്നിട്ട് ആ ഇൻഫർമേഷൻസ് എല്ലാം കമ്പൈൻ ചെയ്ത് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ എന്താണ് പറയുക, ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ അനാലിസിസ് ആൻഡ് ഹൈലൈറ്റ് ദ ബ്രോഡർ ബിഹേവിയറൽ പാറ്റേൺ. ബ്രോഡർ ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺ എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും, അത് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ്.